ഒരു നിമിഷം നമുക്ക് യേശുവിലേക്ക് നോക്കാം. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ ആ സമയത്ത് ദൈവവചനം നമ്മളോട് പറയുകയാണ്, അവാച്യമായ സന്തോഷം, സ്വർഗീയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എല്ലാം മറന്ന് ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിറയപ്പെടുന്ന നിമിഷം നമ്മൾ പോലും അറിയാതെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവിക സംരക്ഷണങ്ങൾ വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കും. പലപ്പോഴും നമ്മൾ ചില ചലഞ്ചസിലൂടെ, ചില കാര്യത്തിലൂടെയൊക്കെ, ട്രയലിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില പ്രലോഭനങ്ങളിൽ വീണുപോയി കാണും. അപ്പം അതിനകത്ത് വീണ് കഴിഞ്ഞപ്പം അതിലൂടെ ഉണ്ടായ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. പക്ഷെ ഏത് വിഷയമാണെങ്കിലും പരിശുദ്ധാത്മാവിലൂടെ, യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നീ ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഈ നിമിഷം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ പ്രതിസന്ധികളെ നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ തടസ്സങ്ങളെ നിന്റെ ജീവിതത്തിൽ നീക്കം ചെയ്യുന്നു. യേശു പറയുകയാണ്, നിനക്ക് എന്റെ കൃപ മതി, ബലഹീനതയിലാണ് എന്റെ ശക്തി നിന്നിൽ പൂർണ്ണമായും ആവസിക്കുന്നത്. ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ ആവസിക്കുന്നത്. ബലവാനായിരിക്കുമ്പോഴല്ല. 2 കൊരിന്ത്യർ 12:9 അവിടെ നിന്നോട് അരുളി ചെയ്തു, നിനക്കെന്റെ കൃപ മതി. യേശു ഇന്ന് നമ്മളോട് പറയുക, നിനക്കെന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ബലഹീനതയെക്കുറിച്ച് പൂർണ്ണമായി സന്തോഷിക്കുവാൻ? ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. ഒരു വ്യക്തി ബലഹീനമാക്കപ്പെടുമ്പോൾ ദൈവവചനം പറയുകയാണ്, അവൻ സന്തോഷിക്കണം. കാരണം കർത്താവിന്റെ ശക്തി അവൻ പൂർണ്ണമായി ആവസിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാം ചില അബദ്ധങ്ങളും ചില കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കയറി ഇറങ്ങി പോകുന്ന സമയത്ത് ഈ ആഴ്ചയിൽ കുറേ ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറേ ചലഞ്ചസ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയൊക്കെ ആയിട്ട് വന്ന് അപ്പം ചില വ്യക്തികളെയൊക്കെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ചില പ്രതിസന്ധികൾ നിൽക്കുവാണ്. ചില വ്യക്തികളൊക്കെ വിരോധമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ അത് വളരെ ഡിസ്ട്രാക്റ്റഡ് ആക്കും. ചില സാഹചര്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും ജീവിതത്തിൽ, അല്ലേ? ആ സമയത്ത് നമ്മുടെ മനസ്സിൽ പല ചിന്തകളും വരും. നമ്മൾ മാനുഷികമായ രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കും. നമ്മളത് വ്യക്തികളിൽ ആശ്രയിച്ച്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പാനിക്കാവും. എനിക്കായിരുന്നെങ്കിൽ ഉറക്കം പോലും ഇല്ലായിരുന്നു. ചില ദിവസങ്ങളിൽ ഉറക്കം പോലും ഇല്ല. കഴിഞ്ഞ വെള്ളി, ശനി, ഞായറൊക്കെ വലിയ ശുശ്രൂഷകൾ നടക്കുകയാണ്. പക്ഷെ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ, ബുധനാഴ്ച വൈകിട്ടൊക്കെ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലത്തെ ചില വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ വചനം ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ശക്തിപ്പെടുത്തി. യേശു പറയുകയാണ്, നിനക്കെന്റെ കൃപ മതി. ഹല്ലേലൂയ. ആ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ചില ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരിക്കലും യേശുവിലേക്ക് നോക്കാൻ നമ്മുടെ സാഹചര്യങ്ങൾ അനുവദിക്കത്തില്ല. പക്ഷെ ആ സമയത്താണ് ദൈവവചനം പറയുകയാണ്, ആ സമയത്ത് നമ്മൾ യേശുവിലേക്ക് നോക്കി കഴിയുമ്പോൾ നമ്മളിലേക്ക് നിറയപ്പെടുന്ന കർത്താവിന്റെ ഒരു പ്രത്യേക കൃപയുണ്ട്. ഒരു പ്രത്യേക കൃപ. 1 പത്രോസ് 1 8-9 അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. കണ്ടോ? അവാച്യവും മഹത്വപൂർണവുമായ ഒരു സന്തോഷമുണ്ട്. മനുഷ്യര് ഈ സ്ട്രെസ് വരുന്ന സമയത്താണ് ഡ്രഗ്സ് എടുക്കുന്നത്, ആൽക്കഹോൾ എടുക്കുന്നത്. അത് പിന്നെ ഒരു അഡിക്ഷൻ ആയി കഴിയുമ്പോൾ, ഒരു വിഷമം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് പോയി അതെടുക്കും. ഇപ്പം സ്ലീപ്പിംഗ് പിൽസ് ആയി, ഉറക്ക ഗുളിക, അല്ലെങ്കിൽ അതുപോലത്തെ ചില ഈ ഡ്രഗ്സ്, അപ്പോൾ ഉറങ്ങാൻ പറ്റാത്തവരൊക്കെ മരുന്ന് കഴിക്കുന്നു. പലതരത്തിലുള്ള മരുന്നുകളുണ്ടല്ലോ, ആയുർവേദ മരുന്നുകൾ, അലോപ്പതി മരുന്നുകൾ. ചിലപ്പോൾ ആൾക്കാർക്കൊരു ചില വിഷം വരുമ്പോഴേ, ചില ആൾക്കാർ ഇപ്പോൾ സിട്രസിനാണെങ്കിൽ സിട്രസിൻ മരുന്ന് പോലും എടുത്ത് കഴിച്ച് ഒരു റിലീഫ് കിട്ടാൻ, അല്ലെങ്കിൽ പാരസെറ്റാമോൾ കണ്ടവരെടുത്ത് കഴിക്കുന്നവരുണ്ട് ഉറക്കം കിട്ടാൻ വേണ്ടിയൊക്കെ. അങ്ങനെ പലതും. അത് പക്ഷേ ഒക്കെ നമ്മുടെ ശരീരത്തെ അത് ബാധിക്കുകയാണ്. അത് നല്ലൊരു ഹാബിറ്റ് അല്ല. അപ്പം നമ്മൾ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പലതും നമ്മളോട് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ലുക്ക് ടു ജീസസ്. യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. നിന്നെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു.
നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്ന പരസ്പരം പ്രാർത്ഥിക്കാനാണ്. ഈ കൂട്ടായ്മകളൊക്കെ ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ ഇങ്ങനെ ലൈവൊക്കെ എടുപ്പിക്കുന്നതിന് കാരണം നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ യേശുവിനെ കുറിച്ച് പങ്കുവെച്ചുകൊണ്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ ഈ ശുശ്രൂഷകളും നമ്മുടെ വർക്കും പല കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പല കാര്യത്തിലാണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ മേഖലകളിലും വിടുതൽ നൽകും. എതിരായിട്ട് നിൽക്കുന്നവരെ ദൈവം അനുകൂലമാക്കി ദൈവം തീർക്കും. കർത്താവിന്റെ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. ആ സ്നേഹത്തെ മുറുകെ പിടിക്കുവാൻ യേശുവിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഗോഡ് ലവ്സ് യു, ജീസസ് ലവ്സ് യു. ഇന്ന് യേശുവിലേക്ക് നമുക്ക് നോക്കാം. യേശുവിലേക്ക് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, കർത്താവിലേക്ക് നോക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. കാരണം ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗൈഡിങ് യു. കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകമാണ് നിന്നെ ഗൈഡ് ചെയ്യുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഈ പവർ, അത് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതവിടെ വെളിപ്പെടും. അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ അന്ന് ഇന്റർനെറ്റും ടിവിയും വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. അവർ വാമൊഴിയായിട്ട് പ്രയർ ഗ്രൂപ്പുകൾ വീടുകളിലായിരുന്നു. അന്നത്തെ കൂട്ടായ്മകളും ശുശ്രൂഷകളും ഹോളി മാസ് കമ്മ്യൂണിയൻ എല്ലാം വീടുകളിലായിരുന്നു. അപ്പോൾ വീടുകളിലിരുന്ന് അവര് ശുശ്രൂഷ യേശുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വന്ന് അനേകരെ സൗഖ്യമാക്കുക. അങ്ങനെ ജെറുസലേമിൽ മുഴുവനും, അത് അന്നത്തെ ലീഗൽ റിലീജിയൻ, ജൂയിഷ് റിലീജിയൻ ആയിട്ടുള്ളവരെല്ലാം ഇതിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇത് പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ് ആയിട്ട് ലോകം മുഴുവനും ഇത് പരിശുദ്ധാത്മാവിൽ കർത്താവിന്റെ സഭ വളർന്നു വന്നുകൊണ്ടിരുന്നു. ആ വളർന്നു വരുന്ന സമയങ്ങളിൽ അവരെല്ലാവരും അനുഭവിച്ചത് കൂട്ടായ്മയുടെ നടുവിൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ യേശുവിന്റെ സ്നേഹമാണ്. ഒരു വ്യക്തിക്ക് 100 ആടുകൾ ഉണ്ടായിരുന്നിട്ട് അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയപ്പോൾ 99 മാറ്റി നിർത്തിയിട്ട് ആ ഒരെണ്ണത്തെ തേടി കടന്നുപോയ ഒരു ഇടയനെ കുറിച്ച് യേശു പറയുന്നുണ്ടല്ലേ. ഇപ്പൊ നീയും ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആ സ്നേഹം അനുഭവിച്ചതാണ്. ഒറ്റപ്പെട്ട സമയങ്ങളിൽ, മാറ്റി നിർത്തപ്പെട്ട സമയങ്ങളിൽ ചിലപ്പോൾ നമ്മളൊക്കെ ഈ കുഞ്ഞാടിന്റെ പോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കുഞ്ഞാട് കൂട്ടം തെറ്റിപ്പോയി. ചിലപ്പം ആ കുഞ്ഞാടിന്റെ ഭാഗത്ത് തെറ്റായിരിക്കും, കൂട്ടം തെറ്റിപ്പോയി, അത് എല്ലാ വഴിയും കയറിപ്പോയതാണ്. പക്ഷേ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, 99 ആടുകളെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരെണ്ണത്തെ തേടി കടന്നു പോകുന്ന ഒരു ഇടയനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് 99 കൊണ്ട് ഒന്ന് പോയാൽ പോട്ടെ എന്ന് പറയുന്നു പോകുന്ന ഒരു ഇടയനല്ല. ആ ഒരെണ്ണം അതെവിടെ കുടുങ്ങിക്കിടക്കുന്നോ ആ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് അവൻ കടന്നു വരികയാണ്. എവിടെയാണോ ആ ആട് ഏതവസ്ഥ, ചെളിക്കുഴിയിലായിരിക്കും, ചേറ്റുകുഴിയിലായിരിക്കും, നമ്മളൊക്കെ പാപത്തിന്റെ അവസ്ഥയിലായിരിക്കും, ബലഹീനത വീണ് പോയായിരിക്കും. പക്ഷെ ആ അവസ്ഥയിലേക്ക് കടന്നു വന്ന് നിന്നെ സംരക്ഷിക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന, അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന, അതായത് എനിക്കറിയാൻ പറ്റില്ല സവാൽ, ഇന്ന് ചിലപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു വിഷമത്തിലൂടെ കടന്നു വരും. പക്ഷെ അതിനകത്ത് യേശു വന്ന് നിങ്ങളെ അങ്ങ് ചേർത്ത് നിർത്തി അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു വ്യക്തിക്ക് നിങ്ങൾക്കെതിരെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് നിങ്ങളെ തളർത്താനോ ഒതുക്കാനോ നശിപ്പിക്കാനോ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഇരിക്കുന്നത് യേശുവിന്റെ കരത്തിനകത്ത്. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഈശോ വന്നിട്ട് ആ ആടിനെ എടുത്ത് തലയിലോട്ട് എടുത്ത് ഇടുവാണ്. ദിസ് ഈസ് മൈ പ്രഷ്യസ് വൺ, ഇതെന്റെ വിലപ്പെട്ടവനാണ്, എന്റെ വേണ്ടപ്പെട്ടവനാണ്. ഒരിക്കലും ഒരു കുഷ്ഠരോഗി മലയുടെ താഴ്വരയിൽ യേശു പ്രഭാഷണം നടത്തുക. യേശു അനേകരോട് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അതൊരു സൈഡിൽ ഇരുന്ന്, അല്ലെങ്കിൽ അതിന്റെ ആ മലയുടെ തന്നെ വേറൊരു കോർണറിൽ തകർന്ന് തരിപ്പണമായ ഒരു കുഷ്ഠരോഗി ഇരിപ്പുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഒരിക്കലും ഓർത്തല്ല ഒരു കുഷ്ഠം പിടിക്കുമെന്ന്. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ രോഗം പിടിക്കപ്പെട്ടു. അങ്ങനെ തകർന്ന് തരിപ്പണമായ മനുഷ്യൻ ചിലപ്പം ചിന്തിക്കുമായിരിക്കും, ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് തൊടാൻ പറ്റത്തില്ല, ഒന്ന് എടുക്കാൻ പറ്റത്തില്ല. മക്കളും ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ തകർന്നിരുന്ന അവസ്ഥയിൽ യേശു ആ മകന്റെ അരികിലേക്ക് വരുമ്പോൾ ആ മകൻ യേശുവിനോട് ചോദിക്കുകയാണ്, യേശുവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണേ. ആ കാലഘട്ടത്തിലുള്ള മനുഷ്യര് ഇത്തരത്തിൽ തകർച്ചയിലൂടെ പോകുന്ന വ്യക്തികൾ ശപിക്കപ്പെട്ടവരാണെന്നും അവർ പല കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ഇങ്ങനെ ഉള്ളു വേദനിപ്പിക്കുമായിരുന്നു. അപ്പം കർത്താവ് ഈ മനുഷ്യന്റെ അടുത്തോട്ട് വന്ന സമയത്ത് എന്നെ ഏറ്റവും അധികം ബൈബിളിൽ സ്പർശിച്ച ഒരു ഭാഗമാണ്. ഞാൻ 100 കണക്കിന് സമയങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ യേശുവിന് വേണമെങ്കിൽ ഒരൊറ്റ വാക്കുകൊണ്ട് അവനെ സൗഖ്യമാക്കായിരുന്നു. പക്ഷെ കർത്താവ് ഈ മനുഷ്യന്റെ അരികിൽ വന്ന് അവനെ തൊട്ടുകൊണ്ട് സൗഖ്യമാക്കും. സിംപ്ലി ടച്ചിങ് ദാറ്റ് പേഴ്സൺ ആൻഡ് ഹീലിംഗ് ഹിം. ഐ ആം വില്ലിംഗ് ടു ഹീൽ യു. അപ്പൊ അവിടെ ഒരു ഭയങ്കര റീഅഷുറൻസ് ആണ്. റീഅഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പറയുന്നതോ കൽപ്പനകൾ പറയുന്നതോ നിയമങ്ങൾ പറയുന്നതോ അവർ പറയുന്നതോ ഒന്നും ദൈവത്തെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നിന്നെ ടച്ച് ചെയ്യും.
യേശു ഈ ഭൂമിയിൽ വന്നത് തന്നെ നിനക്ക് വേണ്ടി, നിന്റെ ശാപങ്ങളും ബന്ധനങ്ങളും അഴിച്ച് നിനക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന് നിന്റെ ആത്മാവിനെ നിത്യമായ സ്വർഗത്തിൽ തന്നോടൊപ്പമായിരിക്കുന്നതിന് വേണ്ടി അവൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി യേശു ബലിയായി തീർന്നു. ദിസ് ഈസ് ദ ഗോസ്പൽ. നിനക്ക് വേണ്ടി യേശു ബലിയായി തീർന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ നമുക്കൊരു ഐഡന്റിറ്റി ഒക്കെ കിട്ടി, പലതും കിട്ടി. പക്ഷേ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ ഒരു ഐഡന്റിറ്റി യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റി നമുക്ക് നൽകുന്നത് യേശുവാണ്. നമ്മൾ യേശുവിനെ സ്വീകരിച്ചു എന്നതിനേക്കാൾ യേശു നമ്മളെ സ്വീകരിച്ചു, നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ കീഴിലേക്ക് വന്നവർക്കാണ് യേശുവിനെ സ്നേഹിക്കുവാനും യേശുവിനെ സ്നേഹിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകുന്നു. കണ്ടോ, അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷം, അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷം. വാട്ട് എ ബ്യൂട്ടിഫുൾ ലവ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. 1 യോഹന്നാൻ 4-ാം അധ്യായത്തില് അതില് ഇപ്രകാരം നമ്മൾ കാണുന്നു, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കും. പൂർണ്ണമായ സ്നേഹം, യേശുവിന്റെ പൂർണ്ണമായ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ എല്ലാ ഭയത്തിൽ നിന്നും, ഇന്ന് ലോകത്തിൽ മനുഷ്യർക്കെല്ലാം ഭയമാണ് അല്ലേ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം. ഞാൻ ചില ആൾക്കാരോട് സംസാരിക്കാൻ പറയും, ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയമാണ്, വണ്ടി ഓടിക്കാൻ ഭയമാണ്, ജോലിക്ക് പോകാൻ ഭയമാണ്. മൊത്തം ഭയത്തിലാണ് ലോകം ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഭയമാണ്. എന്നാൽ ആ ഭയത്തിൽ നിന്നെല്ലാം യേശുവിന്റെ സ്നേഹം നമ്മളെ മോചിപ്പിക്കുന്നു. കർത്താവിന് സഹായിക്കാൻ കഴിയാത്ത മേഖലകളില്ല. ഏത് മേഖലകളിലും ഈശോയ്ക്ക് വിടുവിക്കാൻ പറ്റും, ഏത് മേഖലകളിലും കർത്താവിന് ഇടപെടാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ എഫോർട്ടിനേക്കാളും നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ആ പ്രാർത്ഥനയിൽ പോലും നമ്മുടെ റൂട്ട് എന്നുള്ളത്, നമ്മുടെ വിശ്വാസം എന്നുള്ളത്, യേശുവിന്റെ പരിഹാര ബലിയിലൂടെ നീതീകരിക്കപ്പെട്ടവനായ ഞാനാണ് പ്രാർത്ഥിക്കുന്നത്. 2 കൊരിന്ത്യർ 5:20-21. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. അതിലൂടെ ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീയും ഞാനും ദൈവത്തിന്റെ നീതിമാനാണ്, റൈച്ചസ് പേഴ്സണായി മാറിയിരിക്കുകയാണ്. ആ റൈച്ചസ് ആണെന്നുള്ള ബോധ്യത്തിൽ, അത് വിശ്വാസത്തിലൂടെയാണ്. റോമാലേഖനം 5:1 വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ പിതാവായ ദൈവമായ സമാധാനത്തിലായിരിക്കാം. കാരണം ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തണലിലാണ് നമ്മൾ ആയിരിക്കുന്നത്. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കും. ആദ്യം ആരാ സ്നേഹിച്ചതിനെ? ആദ്യം ആരാ നിന്നെ സ്നേഹിച്ചത്? യേശു നിന്നെ സ്നേഹിച്ചു. ആദ്യം അവിടുന്ന് നിന്നെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കും. പിന്നെ ദിവസം ഇന്ന് കടന്നുറങ്ങുന്നതിന് മുമ്പ് യേശുവിന്റെ ആ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ. യേശുവിന്റെ ആ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിറയപ്പെടുന്നതെന്ന് എഫെസോസ് ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. എങ്ങനെയാ നമ്മൾ ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിറയപ്പെടുന്നത്? ബൈബിളിൽ ഒരു ഭാഗത്തെ അത് പറയുന്നു, ദൈവത്തിന്റെ ഈശ്വരന്റെ ഗോഡ്സ് ഫുൾനെസ്. ആ ഫുൾനെസ്സിൽ ഒരു മനുഷ്യന് നിറയാൻ പറ്റുന്നത് യേശുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുമ്പോൾ. ഇത് മതമൊന്നുമല്ല, ഇത് ഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ സമ്പൂർണതയ്ക്കകത്തേക്ക് ഒരു മനുഷ്യൻ കയറി പോവുകയാണ്. അപ്പം ഇപ്പം ക്രിസ്ത്യാനി ആ സംഭവമൊക്കെ വിട്ട് നിങ്ങളൊരു ഹ്യൂമൻ ബീങ്സ്, നോർമൽ ഹ്യൂമൻ ബീങ്. നിങ്ങൾ ഈശ്വര വിശ്വാസിയാണ്. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വയമേ തന്നെ സാക്രിഫൈസ് ചെയ്യും. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്നല്ല, ജൂതന് വേണ്ടി എന്നല്ല, ഫോർ യുവർ സോൾ, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വന്നിട്ട് നിന്നോടുള്ള സ്നേഹം നിമിത്തം, നിന്നെ സ്നേഹിക്കുന്ന നിമിത്തം, നിന്റെ ബാഡ് കർമ്മ, നിന്റെ സിൻ, നിന്റെ പാപങ്ങൾ അത് മുഴുവൻ ദൈവം ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി മരിച്ച് തൻ്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെ നിന്റെ ആത്മാവിൽ പകരുന്ന ആ പ്രോസസ് ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ. ആ ആത്മാവിന്റെ ശക്തിയെ അനുഭവിച്ചറിയുന്ന ഒരു ആ മനുഷ്യൻ പിന്നീട് ദൈവത്തിൽ വളരുകയാണ്. എങ്ങനെയാ? ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ യേശുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ സമ്പൂർണതയാൽ
ആ ആത്മാവ് നിറയപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഇന്ത്യയിൽ പരിശുദ്ധാത്മാഭിഷേകത്തിൽ അതിശക്തമായ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു എമൗണ്ട് ഓഫ് ആൾക്കാർ, ഭൂരിപക്ഷം വേണേൽ പറയാം, അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവർ. They encountered his love. They encountered his power. And God is using him in a mighty way. Everything that you see in the Bible, every single thing, അപ്പസ്തല പ്രവർത്തനത്തിൽ കാണുന്ന എല്ലാം സംഭവിക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ട് അവരിൽ സംഭവിക്കുന്നു? അവര് അനുഭവിക്കുന്നത് അവരെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെയാണ്. വ്യക്തിപരമായി അനുഭവിച്ചറിയുകയാണ്. ടാഞ്ചബിൾ പ്രസൻസ് ഓഫ് ജീസസ്. യേശുവിന്റെ കാലഘട്ടത്തിൽ അന്ന് ശുശ്രൂഷ നടക്കുമ്പോൾ ഈ പവർ വരുവാണ്. ഓരോ സ്ഥലങ്ങളിൽ ഈ പവർ വരികയാണ്, കർത്താവിന്റെ പവർ. ഇന്ന് നമ്മൾ ഓൺലൈൻ ഇതെല്ലാം കർത്താവ് തുറന്നു വന്നേക്കുക. ഇന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിനകത്ത് ഈ പവർ വരും. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം. യേശു ക്രൂശിൽ സകലത പൂർത്തീകരിച്ചതിന് ശേഷം ഇത് പറയുന്നത്. ഞാൻ എന്താണ് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞത്, എൻ്റെ സ്നേഹം എത്രമാത്രം ഉണ്ട്, ഞാൻ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു, ഇത് പറയണം. ആ സമയത്ത് മൈ പവർ വിൽ ബി വിത്ത് യു. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് എൻ്റെ ശക്തി കടന്നു വരും. ഹല്ലേലൂയ. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. കാരണം എന്താ? ആ ശക്തി അവരനുഭവിച്ചു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകും. എനിക്കറിയാവുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവര് വലിയ പ്രതിസന്ധികളുടെ നടുവിൽ യേശുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അനേകരെ കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഐ സീ ജീസസ് ഇൻസൈഡ് ഓഫ് ദം, ബിക്കോസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവരനുഭവിച്ചറിയുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കും ആ ശക്തി ഇന്ന് നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. എന്ത് ഫ്രീഡമാണെന്നറിയാം. ലോകത്തിന് ഒന്നിനും തരാൻ കഴിയാത്ത ഭയങ്കര ഒരു ഫ്രീഡമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ ഫ്രീഡം, യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആ ഫ്രീഡം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും, ബാക്കി ഈ ഭൂമി നൽകുന്ന സന്തോഷം എല്ലാം അതിന് താഴെയാണ്. സെക്സ്, ഡ്രഗ്സ്, ആൽക്കഹോള് എല്ലാം അതിന് താഴെയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയണം. അപ്പൊ വീഞ്ഞു കുടിച്ച ആൾക്കാർ മത്തരാകുന്നുണ്ടെങ്കിൽ അഭിഷേകം കിട്ടിയിട്ടില്ല, അഭിഷേകം കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഇത് അതിലും വലിയ പവറാണ് വരുന്നത്. ഈ പവറിന്റെ കീഴേ ഉള്ളൂ ദൈവം സൃഷ്ടിച്ച മറ്റ് പ്ലഷേഴ്സ് അല്ല. മനുഷ്യന് ദൈവം സൃഷ്ടിച്ച പ്ലഷേഴ്സ് ആണല്ലോ മനുഷ്യൻ അനുഭവിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ നാവിന് ഇതെല്ലാം സൃഷ്ടിച്ച ദൈവമാണ്. ലൈംഗികത ദൈവം സൃഷ്ടിച്ചതാണ്. ഓരോ ഡ്രിങ്ക്സ്, നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഓരോ ജ്യൂസ് കുടിക്കുമ്പോഴും അതിന്റെ ടേസ്റ്റിന്റെ വ്യത്യാസങ്ങളെല്ലാം ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം നൽകുന്നതാണ് ഈ ഒരു പെർസീവിങ് എബിലിറ്റിയൊക്കെ. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ നിറയപ്പെടുമ്പോൾ ഉള്ള ആ ഒരു ഫ്രീഡവും ആ ഒരു ആനന്ദവും ആ ഒരു അഭിഷേകത്തിനെയും ആ അഭിഷേകത്തോളം ഈ പറഞ്ഞ ഒന്നിനും ഇത് കമ്പൈൻഡ് ആയിട്ട് വന്നാലും ഇത് ലോകം നൽകുന്ന സുഖത്തെക്കാൾ 1000 മടങ്ങ് മുകളിലാണ് ആത്മാവിന്റെ അഭിഷേകം നൽകുന്ന സുഖം. അപ്പം ലോകത്തിലെ ഇന്ന് മനുഷ്യര് ലോകസുഖങ്ങളുടെ പുറകെ പോകുന്നുണ്ടെങ്കിൽ they haven't experienced the power of the Holy Spirit. That's the answer. പരിശുദ്ധാത്മാഭിഷേകം അവർ അനുഭവിക്കുന്നില്ല. നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ ഹോളി സ്പിരിറ്റ് ഈസ് റെഡി ടു പോർ ഇറ്റ് ഔട്ട് ഹിസ് പ്രസൻസ്. പക്ഷെ നമ്മൾ അവിടെ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. യേശുവിന്റെ സുവിശേഷം, യേശുവിന്റെ നിർമ്മല സ്നേഹം, യേശുവിന്റെ കരുണ, യേശുവിന്റെ സ്നേഹം, ഇത് നമ്മൾ പറയുമ്പോൾ ആത്മാവിന്റെ ശക്തിയോടെ വ്യാപരിക്കും. ദിസ് ഈവനിങ് ഗോഡ് ഈസ് ഔട്ട് പോറിംഗ് ഹിസ് പ്രസൻസ് ഇൻ അവർ മിഡ്സ്റ്റ്. ഈ ദിവസങ്ങൾ നമ്മളൊക്കെ കടന്നുപോയ ചലഞ്ചസ്, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ചയൊക്കെ വലിയൊരു ഭീകര ഇഷ്യൂസിനെ ഫേസ് ചെയ്തു. I didn't know if I would be able to overcome it. ഞാനത് ഓവർകം ആവുമെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റാണ്. ചൊവ്വാഴ്ച ബുധനാഴ്ചയോ. പക്ഷെ ഗോഡ് ഹെൽപ്ഡ് മീ ടു. തുറന്നും പ്രാർത്ഥിക്കണം കേട്ടോ. വെള്ളി, ശനി, ഞായറിലൊക്കെ ദിവസങ്ങൾ വലിയ ശുശ്രൂഷകൾ നടന്നു. ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മുകളിലൂടെ പരിശുദ്ധാത്മാവ് വഴി നടത്തുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രതിസന്ധികളുടെ മുകളിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും വഴി നടത്തും. ചില ഡിലേ ചെയ്ത് കിടക്കുന്ന വിഷയങ്ങളെയൊക്കെ കർത്താവ് പൊടിതട്ടി അതൊക്കെ ദൈവം മുമ്പോട്ട് കൊണ്ടുവരും. അതെല്ലാം ക്ലിയർ ആക്കും കർത്താവ്. ഹല്ലേലൂയ. ഞാനിവിടെ ഒരു ലാൻഡ് മാപ്പിന്റെ രജിസ്ട്രി ഒരു കാര്യം അപ്ലൈ ചെയ്ത് ഡിസംബറിൽ അപ്ലൈ ചെയ്ത് ഹാസിൻ ബീൻ അറൈവ്ഡ് അറ്റ്. അത് ഈ ദിവസങ്ങൾ നടക്കേണ്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങളുണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലാൻഡ് സംബന്ധമായ കാര്യത്തിനകത്ത് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തനം നടക്കട്ടെ.
ഇന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിലേക്ക് നോക്കാം. 1 പത്രോസ് 1-8 അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. ഇതിലേക്കാണ് വരാനാ വചനം പറയുന്നത്. അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുക. ആത്മാവിന്റെ അഭിഷേകം നൽകുന്ന സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുക. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ട ആ നിറവിന്റെ അവസ്ഥയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സൂപ്പർ നാച്ചുറൽ ഗ്രേസ് അനോയിറ്റിംഗ് നമ്മുടെ ആത്മാവിൽ അങ്ങ് നിറഞ്ഞ് ടേക്ക് ഓവർ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഈ ഭൂമിയിൽ പിശാച് അല്ലെങ്കിൽ ലോകം വെക്കുന്ന ഈ പ്രശ്നങ്ങൾ സംഭവങ്ങളെല്ലാം ആ അഭിഷേകത്തിനകത്ത് തകർന്ന് തരിപ്പണം. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് യാദൃച്ഛികമായിട്ട് ഇപ്പോൾ പങ്കെടുക്കുകയായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് നമ്മുടെ നടുവിൽ വ്യാപരിക്കുമ്പോൾ, വെളിപ്പെടുമ്പോൾ, ഈ അഭിഷേകത്തിന്റെ അടിയിൽ സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ സാത്താനെ ഇന്ന് ഈ ദിവസങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ പ്രതിസന്ധികളെ, അല്ലെങ്കിൽ ദുഷ്ടാരൂപി ഒരുക്കി നമുക്കെതിരെ തൊടുത്തുവിട്ട ആയുധങ്ങളെ, വ്യക്തികളെ, സാഹചര്യങ്ങളെ, ആ വ്യക്തികളുടെ പിന്നെ പ്രവർത്തിക്കുന്ന ശക്തികളെ സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ നിങ്ങളുടെ കാൽ കീഴിലാക്കി, സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞേ, കർത്താവിന്റെ അഭിഷേകം എന്ന് വ്യാപരിക്കട്ടെ. എന്റെ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. റോമാലേഖനം 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? പ്രാർത്ഥിക്കാം. നല്ല യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ക്ഷമിക്കുവാൻ, ആരോടൊക്കെയോ ക്ഷമിക്കുവാൻ കഴിയാതെ, ക്ഷമിക്കുവാൻ പറ്റാത്ത മേഖലകൾ, അതിലേക്ക് അവരോട് ക്ഷമിക്കുവാനുള്ള കർത്താവിന്റെ കൃപ കർത്താവ് പ്രത്യേകമായി അയക്കുകയാണ്. ജയിലിൽ പോകേണ്ടതായിരുന്ന ചില വിഷയങ്ങളിൽ നിന്ന് ദൈവം ചില വ്യക്തികളെ പുറത്തു കൊണ്ടുവരുന്നു. ചില തടസ്സങ്ങളിൽ നിന്ന് ദൈവം ചില വ്യക്തികളെ പുറത്തു കൊണ്ടുവരുന്നു. ചില വ്യക്തികൾ ക്ഷമിച്ചത് മൂലമുള്ള ആ നന്മകൾ ഈ ദിവസങ്ങൾ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ചില വ്യക്തികളോട് ക്ഷമിക്കുവാനുള്ള വലിയ കൃപ നൽകി പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കുന്നു. ദൈവത്തോട് ക്ഷമിക്കുവാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിച്ച് ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റും. എന്തിന് എന്നെ ഈ ഒരു വീട്ടില് ഇന്നയാളെ എന്റെ ജീവിത പങ്കാളിയെ നൽകി, ഇന്ന കുഞ്ഞുങ്ങൾ എനിക്ക് ജനിച്ചു, അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇങ്ങനെ ചില കോണ്ടെക്സിൽ ദൈവത്തോടുള്ള ഒരു ദേഷ്യം ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള കൃപ കർത്താവ് നൽകുകയാണ്. കർത്താവിനോട് പറയാം, കർത്താവേ, ഈ ഭൂമിയിൽ കർത്താവ് കടന്നു വന്നപ്പോൾ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നു, അല്ലേ? അതിതീവ്ര വേദന അവൻ അനുഭവിച്ചു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. പക്ഷെ ഇന്ന് ദൈവാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നു, ലെറ്റ് ഗോ, ഫൊർഗീവ്. നിങ്ങളുടെ വീട്ടിലുള്ളവരോട്, നിങ്ങളോട് തന്നെ ചിലപ്പോൾ ചെയ്തു പോയ തെറ്റുകൾക്കായിരിക്കും ക്ഷമിക്കാൻ പറ്റുന്നില്ല. God is giving you, Holy Spirit is giving you the grace to forgive yourself. നിങ്ങളോട് തന്നെ ക്ഷമിക്കുക, ദൈവത്തോട് ക്ഷമിക്കുക, നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളിലേക്ക് ഈ നിമിഷം പ്രവേശിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളാൽ മുറിവേറ്റപ്പെട്ടവർ ഇപ്പോൾ നിങ്ങളോട് ക്ഷമിക്കുക. നിങ്ങളാൽ മുറിവേറ്റപ്പെട്ടവർ ഇപ്പോൾ നിങ്ങളോട് ക്ഷമിക്കുന്നു. വലിയൊരു ഹീലിംഗ് സെഷൻ ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യണം. അനേകരെ ഹീൽ ചെയ്യും. അനേകരുടെ മുറിവുകളെ കർത്താവ് വെച്ച് കെട്ടും. കർത്താവ് മുറിവുകളെ വെച്ച് കെട്ടുന്നവനാണ്. ബ്രോക്കൺനെസ്സിനെ വെച്ച് കിട്ടുന്നവനാണ്. തകർന്ന അവസ്ഥകളെ, മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥകളെ, റിജക്റ്റഡായ അവസ്ഥകളെ യേശുവിന് സൗഖ്യമാക്കുന്ന, മനസ്സിന്റെ വേദനകളെ സൗഖ്യമാക്കും. ചിലപ്പോൾ ചില വ്യക്തികളിൽ നിന്ന് വന്ന റിജക്ഷൻ ആയിരിക്കും. വേദനിച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ട ട്രസ്റ്റ് ചെയ്ത വ്യക്തികളായിരിക്കും. അവർ മാറ്റി നിർത്തി, ഒഴിവാക്കി, റിജക്ട് ചെയ്തെങ്കിൽ അതിനേക്കാളും വലിയൊരു അക്സെപ്റ്റൻസ് യേശു ക്രിസ്തുവിനോട് ഇന്ന് വരികയാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഇന്ന് യേശുവിനെ ആരാധിച്ചേ, അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നമുക്ക് നിറയപ്പെടാം. യേശുവെ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് ഉണ്ടല്ലോ. യേശുവെ, അവിടുന്ന് പറഞ്ഞല്ലോ, ഈശോയെ അങ്ങ് പറഞ്ഞല്ലോ, ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. ഇന്ന് ഞങ്ങളുടെ നടുവിൽ യേശുവിന്റെ അവാച്യവും മഹത്വപൂർണവുമായ സാന്നിധ്യം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. എന്റെ കർത്താവിനെ കാണിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് നുറുക്കിക്കൊണ്ട് ഈശോ ഇപ്രകാരം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അതുപോലെ തന്നെ ഈശോ പാനപാത്രം എടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തമാകുന്നു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. യേശുവേ, അങ്ങയുടെ ശരീരത്തിലൂടെ, രക്തത്തിലൂടെ ഇന്ന് ഞങ്ങൾ പരിപോഷിക്കപ്പെടുമ്പോൾ, നീതീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ അങ്ങയുടെ കൃപയുടെ അഭിഷേകത്തിന് നിറവിൽ ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ കൃപയുടെ ശക്തി ഇന്ന് ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളുടെ മുൻപിൽ പ്രതിസന്ധികളെ നീക്കം ചെയ്ത് കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, ഇസ്രായേൽ ജനത്തെ മോശ വാഗ്ദത്ത ദേശത്തിലേക്ക് നയിക്കുമ്പോൾ ആ ചെങ്കടൽ പിളർത്തിയതുപോലെ ചില അവസ്ഥകളുടെ മേൽ ദൈവം ചില വാതിലുകൾ, ചില അടഞ്ഞു കിടക്കുന്ന അവസ്ഥകളുടെ മേൽ ചെങ്കടൽ പിളരുന്നത് പോലത്തെ അവസ്ഥകൾ,
ചില വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. ഹീസ് എ ഓൾ പവർഫുൾ ഗോഡ്. വൺ പേഴ്സൺ വിത്ത് ഗോഡ് ഇസ് മെജോറിറ്റി. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ, പ്രതിവാദികൾ ഒത്തിരിയും പേരുണ്ടല്ലോ. നോ നോ നോ. ഇഫ് യു ആർ വിത്ത് ഗോഡ്, വെൻ യു ഗെറ്റ് ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, യു ആർ മെജോറിറ്റി. പൗലോസ്ലീഹയ്ക്കെതിരെ 50ഓളം ആൾക്കാർ, 40-ലധികം ആൾക്കാർ, പൗലോസ്ലീഹയെ കൊന്നു കളയാൻ വേണ്ടി പദ്ധതി ഇട്ടിരിക്കും. പൗലോസ്ലീഹ ഒരു സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്. പക്ഷെ പൗലോസ്ലീഹയുടെ കൂടെ ആരുണ്ടായിരുന്നത്? യേശു ഉണ്ടായിരുന്നു. കർത്താവ് പൗലോസ്ലീഹയ്ക്ക് തലരാത്രി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ജെറുസലേമിൽ എനിക്ക് സാക്ഷിയായതുപോലെ തന്നെ റോമിലും സാക്ഷിയാവും. പക്ഷെ ഒരുപാട് പേര് തടസ്സമായിട്ട് നിൽക്കുക. ഈ തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികളിലേക്ക് പൗലോസ്ലീഹ നോക്കിയില്ല. ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിലേക്ക് നോക്കി അവാച്യമായ ആ സന്തോഷത്തിൽ നിറയപ്പെടുമ്പോൾ, ആസ് അവർ സ്പിരിറ്റ് ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് നിറയപ്പെടുമ്പോൾ, God is so powerful. He will take care of it. നമ്മുടെ ബാറ്റിൽ ദൈവത്തിന്റെ ബാറ്റിലായി മാറുകയാണ്. എക്സോഡസ് 15:15, ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. യുദ്ധം കർത്താവിൻ്റെതാണ്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. നമ്മളോട് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ, നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവിന്റെ ശക്തി നിറയപ്പെടുന്ന നിമിഷങ്ങളിൽ, ഇപ്പോൾ ഹോളി സ്പിരിറ്റിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ, അവർ സ്പിരിറ്റ് ഈസ് ഗെറ്റിംഗ് ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ സമയത്ത് നമ്മുടെ എല്ലാ വിഷയങ്ങളെയും പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുന്നു. ഏഞ്ചൽസിനെ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കും. വാരിയർ ഏഞ്ചൽസിനെ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഇന്നത്തെ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ മേലും ഇനി കേൾക്കുവാനിരിക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് ലേറ്റ് ആയിട്ടായിരുന്നു ലൈവ്. കാരണം ചില സമയങ്ങളിൽ ഈശോ ഇങ്ങനെ നിയോഗം നൽകും, ലേറ്റായിട്ട് ലൈവ് എടുക്കുക. ചിലപ്പോൾ അത് ഒരാൾക്ക് വേണ്ടിയായിരിക്കും. ചില സമയത്ത് എയർലി, ദൈവത്തിന് നിയോഗപ്രകാരം എടുത്തൊരു ലൈവാണ്. ഇന്നതിൽ ലൈവായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ച എല്ലാവരെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. തുടർന്നും പ്രാർത്ഥിക്കണം. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കുറേ ശുശ്രൂഷകളുണ്ട് കേട്ടോ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് വിടുതൽ കിട്ടുന്ന വലിയ അനുഗ്രഹത്തിന് ശുശ്രൂഷയാണ്. I trust that you will pray that God will enable me to continue to minister. ആ ഒരു ശുശ്രൂഷയുമായിട്ട് മുൻപോട്ട് പോകുവാനുള്ള ആ ഒരു ശക്തിയും കൃപയും അഭിഷേകവും വാതിലുകളും എല്ലാം, തുറന്ന വാതിലുകളെല്ലാം തുറന്നു തന്നെ ലെറ്റ് ഇറ്റ് ബി ഓപ്പൺ ആൻഡ് വി വിൽ ബി, നമുക്കത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള കൃപയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.